ஐயா வணக்கம். ഇസ്രായേൽ എപ്പോൾ ഇറാനെ തിരിച്ചടിക്കും എന്ന് കാത്തിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ. ഇസ്രായേലിലേക്ക് ഇറാൻ ചുമ്മാ ഇരുന്നപ്പോൾ കുറച്ച് മെസ്സേജുകൾ അയച്ചല്ലോ. ആ മെസ്സേജുകളെല്ലാം ഇസ്രായേലിൻ്റെ മരിച്ചിനി വിളയിൽ വന്ന് പതിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇനി ഇറാനിലേക്കുള്ള ഇസ്രായേലിൻ്റെ തിരിച്ചടിയാണ്. ഈ തിരിച്ചടി ഭയന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനിലെ മുഴുവൻ മത നേതാക്കളും, ഇറാനിലെ പ്രസിഡൻ്റായിട്ടുള്ള പെഷസ്കിയാനും അവിടെയുള്ള ഉന്നത മത നേതാവായിട്ടുള്ള ഖമനേയിയും. ഖമനേയി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സമ്മേളനമൊക്കെ വിളിച്ചു ചേർത്ത് ഇറാൻ ഇതിലും വലിയ ശിക്ഷ ഇസ്രായേലിന് കൊടുക്കുമെന്നും, ഇസ്രായേൽ എന്ന് പറയുന്നത് രക്തദാഹിയാണെന്നും അമേരിക്ക എന്നൊരു വേട്ടപ്പട്ടിയാണ് എന്നുമുള്ള കൃത്യമായിട്ടുള്ള ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന വാചകങ്ങളൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ മെസ്സേജ് ഇയാളുടെ തലയെ തന്നെയായിരിക്കും വന്ന് വീഴുന്നതെന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. ലോകരാജ്യങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്. കാരണം ഇവനെ അവിടെ തീർത്തു കഴിഞ്ഞാൽ ആ നാട്ടിലൊരു പുരോഗമനം വരും. ആ ഒരു നാട്ടിൽ പുരോഗമനം വരും, അവിടുത്തെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം വരും, അവിടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ രക്ഷപ്പെടാനുള്ള പല നൂതനമായിട്ടുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടും. വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ അവിടെ വരും. കാരണം ഈ മതം നിന്ന് ജീവിക്കുന്ന ഈ വേട്ടാവളിയാണ് ഇതിനെല്ലാം വിഘാതമായിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ അയത്തുള്ള ഖമനേയി എന്ന് പറയുന്ന ഈ വേട്ടാവളിയും കഴിഞ്ഞ ദിവസം ഇസ്ലാമിക രാജ്യങ്ങളോട് ഒരു ആഹ്വാനം നടത്തി. പറഞ്ഞു വരുമ്പോൾ ലോകത്തിലെ ഇസ്ലാമിൻ്റെ വലിയൊരു ഷൊണ്ണനാണ് ഇയാൾ എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ നടത്തിയ ഇസ്ലാമിക രാജ്യങ്ങളോടുള്ള ആഹ്വാനം ഇസ്ലാമിക രാജ്യങ്ങൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് എടുത്ത് തോട്ടിലോട്ട് എറിയുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ്, എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ട്വീറ്റ് ഇത്തരത്തിലാണ്: വി ആർ വെയിറ്റിംഗ്. അതായത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തിരിച്ചടിയുടെ ഒരു സൂചനയാണ് ആ ട്വീറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. നാളെ ജൂതന്മാരുടെ വ്രതം തീരുന്ന ദിവസം. ആ വ്രതം തീരുന്ന ദിവസം ഇറാൻ എന്ത് സംഭവിക്കുമെന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വ്രതം തീരുന്ന ദിവസം കൊണ്ട് തിരിച്ചടിയാണ് പല ആൾക്കാരും പ്രതീക്ഷിക്കുന്നത്. ഇനി ഇസ്രായേലിൻ്റെ മനസ്സിൽ വേറെ വല്ല പദ്ധതിയുമാണോ എന്ന് ആർക്കും അറിയില്ല, അമേരിക്കയ്ക്ക് പോലും അറിയില്ല. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്നാണ്. ഉടനെ ബൈഡൻ ട്രംപിന്റെ പ്രസ്താവനയെ കട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തി. ഇങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞ് നിങ്ങൾ ആണവ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കില്ല കേട്ടോ എന്നാണ് ബൈഡൻ പറയുന്നത്. പക്ഷേ ബുദ്ധിയുള്ളവരെല്ലാം പറയുന്നത് ബൈഡന്റെ പദ്ധതിയാണ് ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ്. കാരണം ബൈഡൻ എന്ന് പറയുന്നത് ലോക കള്ളനാണ്. ബൈഡൻ ഒരു കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുകയും ചെയ്യും. എല്ലാത്തിൻ്റെ പിന്നിലും ബൈഡൻ ആയിരിക്കും. നമുക്കറിയാം, ബംഗ്ലാദേശിൽ കലാപമുണ്ടായതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. എന്തിനു പറയുന്നു? ഇവിടെ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നതിൻ്റെ പിന്നിലും അമേരിക്കയാണ്. കാരണം പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ഇപ്പോൾ അനിവാര്യമാണ്. കാരണം ഇവരുടെ പെട്രോ ഡോളർ എക്കണോമിയെ പിടിച്ചു നിർത്താൻ അമേരിക്കയ്ക്ക് ഇത് വലിയ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇതിൽ വലിയ നേട്ടമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇന്ത്യ അടക്കം അമേരിക്കയുടെ ഈ ചതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ കെണിയിൽ ഇന്ത്യ പോയി വിടാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. IDF അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. IDF പറയുന്നത് സഖ്യസേനകളുടെ കൂടെ ചേർന്ന് നിന്നായിരിക്കും ഞങ്ങൾ അടിക്കാൻ പോകുന്നത് എന്നാണ് IDF പറയുന്നത്. ആരാണ് ഈ സഖ്യസേനകൾ? അമേരിക്കയും ബ്രിട്ടനും. അമേരിക്കയും ബ്രിട്ടനുമാണ് ഇവിടുത്തെ സഖ്യസേനകൾ. അമേരിക്കയാണ് ഇപ്പോൾ യമനിൽ ഹൂത്തി വിമതരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രിട്ടനും അവിടെ വന്നിട്ടുണ്ട്. ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്. ആ സൈനിക വിന്യാസം നടത്തിയത് കൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇറാനെതിരെ ഈ സഖ്യസേനയുടെ കൂടെ ചേർന്ന് നിന്നേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. സൗദി പിന്നെ പണ്ടേ അമേരിക്കയുടെ കൂടെയാണെന്ന് നമുക്കറിയാമല്ലോ. അമേരിക്കയുടെ ഒരു കളിപ്പാവയാണ് സൗദി എന്ന് പറയുന്നത്. സൗദിയിലെ എണ്ണ കമ്പനികളെല്ലാം അമേരിക്കയുടെ കയ്യിലാണ്, അരാംകോ അടക്കമുള്ളവ. അതുകൊണ്ട് തന്നെ സൗദി അമേരിക്ക പറയുന്നതിൻ്റെ ഒരടി അങ്ങോട്ട് കടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഖത്തർ, ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ലോകരാജ്യമാണ് ഖത്തർ എന്നാണ് പല ആൾക്കാരും പറയുന്നതെങ്കിലും അമേരിക്കയും ബ്രിട്ടനും ഒരുമിച്ച് നിന്നപ്പോൾ ഖത്തർ മുട്ടുമടക്കി എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് ഇറാനെതിരെ ഖത്തറും അണിനിരക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സഖ്യസേനകളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഖത്തർ ഒരു ഭീകര രാജ്യമാണല്ലോ. ഈ ഭീകര രാജ്യമായിട്ടുള്ള ഖത്തർ ഒരു കുഞ്ഞു രാജ്യമാണ്. എറണാകുളം ജില്ലയിൽ എത്രയേ ഉള്ളൂ. ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്താണ് ഇവൻ ചതിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് 13,000 സൈനികരെയാണ് അവിടെ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 13,000 അമേരിക്കൻ സൈനികരെ ഖത്തറിൽ വിന്യസിച്ചിട്ടുണ്ട്. പോരാത്തതിന് 70,000 സൈനികരെ സൗദിയിലും ബഹ്റിനിലുമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ 3,000 സൈനികരെയായിരുന്നു വിന്യസിച്ചിട്ടുള്ളത്. അത് 5,000 ഉയർത്തിയിട്ടുണ്ട്. പിന്നെ സിറിയയിൽ എത്ര സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, എങ്കിലും 900 സൈനികരെയാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ സിറിയയിൽ സൈനികരെ
വിന്യസിക്കേണ്ട ആവശ്യമില്ല. തൊട്ടപ്പുറത്ത് അമേരിക്കയുടെ പടക്കപ്പൽ കിടപ്പുണ്ട്. ആ പടക്കപ്പലിൽ നിന്ന് ഇറങ്ങി പട്ടപെട്ടാന്ന് അടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ലോകം മുഴുവൻ ഒരു യുദ്ധത്തിനായി കോപ്പ് കൂട്ടുകയാണ്. അതായത് ഈ പശ്ചിമേഷ്യ മുഴുവൻ ഒരു യുദ്ധത്തിനായി കോപ്പ് കൂട്ടുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇറാനും വലിയ പിടിയൊന്നുമില്ല. സഖ്യസേനകളെല്ലാം ഒന്നിച്ച് ചേരുകയാണ് ഇസ്രായേലിന് വേണ്ടി. അടുത്ത ദിവസം, അതായത് ഒക്ടോബർ 7 അവരുടെ ആ സാബത്ത് എന്ന് പറയുന്ന വ്രതം തീരുന്ന ദിവസം, വിശുദ്ധ ദിവസം തീരുന്ന ദിവസം ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന ഭയത്തിലിരിക്കുകയാണ് ഇപ്പോൾ അയത്തുള്ള ഖമേനി അടക്കമുള്ള ആൾക്കാർ. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം അയത്തുള്ള ഖമേനിക്ക് ചില്ലറ ഡാമേജ് ഒന്നുമല്ല ഉണ്ടാക്കിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കടക്കഴവൻ നടത്തിയ ആ ഒരു പ്രസംഗം ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചതായി ആണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിനിടയിൽ ദുബായിലേക്ക് പോകുന്ന പല ഫ്ലൈറ്റുകളിലും ഇനി മേലാൽ പേജറോ വാക്കി ടോക്കിയോ ഒന്നും കൊണ്ടുവരരുത്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പിടിച്ച് അകത്തിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അബുദാബിയിലും സൗദിയിലും അടക്കം പാലസ്തീൻ എന്നോ ഗാസ എന്നോ പറയുന്നത് വിലക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾ വല്ലതും നടത്തിയാൽ പോലും നിന്നെയൊക്കെ പിടിച്ച് അകത്തിട്ട് അണ്ടം വലിച്ച് കീറും എന്നാണ് അവിടെയുള്ള ഭരണാധികാരികളും പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സൈനിക വിന്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനും കൂടെ ചേർന്ന് 30,000-ത്തിലധികം സൈനികരെയാണ് ഇവിടെ എല്ലാം വിന്യസിച്ചിരിക്കുന്നത്, അതായത് ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരുന്നത്. എന്നാൽ അത് 13,000 കൂടെ ചേർത്ത് 43,000 സൈനികരായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അമേരിക്ക അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത്. അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഉറപ്പായിട്ട് തിരിച്ചടിച്ചിരിക്കും. ഇസ്രായേലിന് തിരിച്ചടിച്ചിരിക്കാനുള്ള അവകാശമുണ്ട്. അവർ സെൽഫ് ഡിഫൻസിൻ്റെ പേരിലാണ് തിരിച്ചടിക്കുന്നത് എന്നാണ് അമേരിക്ക അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞത് അവിടുത്തെ എണ്ണ കമ്പനികളും അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളും പിന്നെ ആണവ കേന്ദ്രങ്ങളും ദയവായി ആക്രമിക്കരുത് എന്നാണ് ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞത്. അമേരിക്ക ഇങ്ങനെയൊക്കെ പറയത്തേ ഉള്ളൂ. പക്ഷേ അമേരിക്കയുടെ ആഗ്രഹം ഇസ്രായേൽ അത് അവിടെ ആഗ്രഹിക്കണം, ലോകം ഒരു റിസഷനിലേക്ക് പോകണം എന്ന് തന്നെയാണ്. എങ്കിലേ അമേരിക്ക എന്ന് പറയുന്ന ഈ വൃത്തികെട്ട രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിതൊന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ പിന്നിലെല്ലാം അമേരിക്കയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്ക എങ്ങനെയാണ് അമേരിക്ക ആയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയുധങ്ങൾ വിറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോക രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചാണ് ഇന്ന് കാണുന്ന അമേരിക്കയായി വന്നത്. ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ ആ ഒരു മണലൊന്ന് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിരപരാധികളുടെ ചോര നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ലോക പോലീസാണ് അമേരിക്ക എന്നാണ് അമേരിക്ക തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം കൊടുക്കും. അമേരിക്കയുടെ എക്കണോമിക്ക് എന്തെങ്കിലും തകർച്ച വരുന്നു എന്ന് അമേരിക്ക കണ്ടു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളിൽ കൂടെ പടർത്താനായിട്ട് എവിടെയെങ്കിലും അമേരിക്ക അശാന്തി പരത്തും. അമേരിക്കയെക്കാട്ടിലും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഉയർന്നു വരുന്നെന്നോ അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിന് ഭീഷണി ഉയർത്തുന്നെന്നോ കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പല കാര്യങ്ങളും രാജ്യത്തിനകത്ത് തന്നെ ചെയ്യും. ചിലപ്പോൾ ആഭ്യന്തര കലാപം ഉണ്ടാക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ കിടപ്പുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്കറിയാം ബ്രിട്ടീഷുകാരനും ഇതിൻ്റെ പിറകിലുണ്ട്. സത്യം പറഞ്ഞാൽ ലോക രാജ്യങ്ങളൊക്കെ ഇവരുടെയൊക്കെ തന്ത്രങ്ങൾ നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മുടെ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഈ സായിപ്പന്മാർ നമ്മളെ അടക്കി ഭരിച്ചു. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാക്കി കോളനിയാക്കി അടക്കി ഭരിച്ചു. സത്യം പറഞ്ഞാൽ മുഗളന്മാരുണ്ടാക്കിയതിൻ്റെ ഇരട്ടി ഡാമേജാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യ ഭരിച്ചപ്പോൾ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞ് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും നമ്മളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് നിർത്തി നമ്മുടെ രാജ്യം രണ്ടായിട്ട് വിഭജിച്ച ശേഷം അവർ പോയി. ആ രണ്ടാഴ്ച വിഭജിച്ച ശേഷം അവർ പോയതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളെപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ ഉദ്ദേശം ഏകദേശം വിജയിക്കുക തന്നെ ചെയ്തു. ഇപ്പോഴാണ് നമ്മുടെ രാജ്യം ഒന്ന് വളർന്നു തുടങ്ങിയത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അവരുടെ ഉദ്ദേശം അറിയാവുന്ന ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലേറുമ്പോഴാണ് നമ്മുടെ രാജ്യം കൃത്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അവർ തിരിച്ച് ഇവിടെ എപ്പോഴും അടിയുണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് അവർ വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ പല തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ ജാതി സെൻസസ് എന്ന് പറയുന്നതൊക്കെ സംഭവം നമ്മുടെ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞാൽ വലിയൊരു കലാപം ഉണ്ടാവും. രാജ്യം അതിഭീകരമായിട്ട് നിന്ന് കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിയാത്തതായിട്ട് നടിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ്
ഈ രാജ്യങ്ങളൊക്കെ വിഭജിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അവർ അനുമതി കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജൂതന്മാർക്ക് അവരുടെ ഭൂമി തിരിച്ചു വേണം എന്നുള്ള ഒരു കോസ് കൂടെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ഇറാനെതിരെ വലിയ രീതിയിലൊരു തിരിച്ചടിക്ക് ഇവർ ഒരുങ്ങുകയാണ്. അമേരിക്ക പുറകിലുണ്ട്, ഇപ്പുറത്ത് ബ്രിട്ടനുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അണിനിരന്ന് കഴിഞ്ഞാൽ ഇറാൻ എന്ത് സംഭവിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. ഇറാനെ നമുക്ക് വില കുറച്ച് കാണാനൊന്നും കഴിയില്ല. നല്ല സൈനിക ശേഷിയുള്ള രാജ്യം തന്നെയാണ്. ഇറാൻ്റെ പിന്നിൽ റഷ്യയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ റഷ്യ ഇപ്പോൾ ഇറാന് പിന്തുണ കൊടുത്തിട്ടില്ല. റഷ്യ എങ്ങാനും ഇറാന് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ലോക രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ പോകുമോ എന്ന് പോലും പല ആൾക്കാരും സംശയിക്കുന്നുണ്ട്. പല നയതന്ത്ര വിദഗ്ധരും പല രാഷ്ട്രീയ അന്താരാഷ്ട്ര നിരീക്ഷകന്മാരും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഇറാൻ്റെ പിന്നിൽ ചൈന കൂടെ വന്ന് അണിചേർന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക കളിക്കുന്ന ഈ നാറിയ കളി ലോകരാജ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം അവിടെയില്ല ഇവിടെയില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പം ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.